കൊല്ലത്ത് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. കൊല്ലം ഇരവിപുരത്തെ കൈരളി ഫുഡ്സ് എന്ന ഹോട്ടലിൽ നിന്നാണ് 50 ചാക്കുകളായി വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന നിരോധിത പാൻ മസാലകൾ പിടികൂടിയത്. കടയുടമ ദീപു പോലീസിനെ വെട്ടിച്ചു കടന്നുകളഞ്ഞു. എസ് വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, സ്ഥിരമായി ഇവിടെ ഇത്തരം സംഗതികൾ ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എക്സൈസും ഡാൻസ് ഓഫ് ടീമും ഒക്കെ നിരീക്ഷിക്കുകയായിരുന്നോ ഇയാളെ? രഞ്ജിത്ത്, തീർച്ചയായും രഹസ്യവിരുദ്ധത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന അവിടെ നടത്തിയത്. കൊല്ലം ഇരവിപുരത്തായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് രഞ്ജിത്ത് നിലനിൽക്കുന്നത്. കാരണം ഈ സമാനമായ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവർ വീണ്ടും ഇതേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ ഒരു വലിയൊരു പരിശോധനയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കോടികൾ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് ചടയമംഗലം സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൊല്ലം ഇരവിപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോട്ടലിൽ അനധികൃതമായി സൂക്ഷിച്ച് വിൽപ്പന നടത്തിയിരുന്ന 50 പരം ചാക്കുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഈ ഒരു പരിശോധന ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ കടയുടമ അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ കടയുടമ സമൂഹത്തിൽ വലിയ നിലവാരത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് അറിയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉള്ള ഒരാളാണെന്ന് അറിയുന്നു. ഇത്തരത്തിലുള്ള സ്വാധീനം വെച്ചിട്ടൊക്കെ ഇയാൾ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് വന്നു എന്നുള്ളതിന് ഇപ്പോൾ പോലീസ് പരിശോധിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇപ്പോഴും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. 50 ചാക്ക് അല്ലെ, 50 ചാക്കോളമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഈ കടയുടമ ഓടി രക്ഷപ്പെട്ടോ? ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? കടയുടമയെ കുറിച്ച് പോലീസിൽ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ഈ സമീപത്തുള്ള ക്ഷേത്രത്തിലെ ഭാരവാഹിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇയാൾക്കെതിരെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നൽകിയത് 50 പരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അവിടുന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കൊല്ലത്ത് ഇരവിപുരത്താണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. 50 ചാക്കുകളായി വെച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. കൊല്ലമൊക്കെ മിക്കവാറും ഇത്തരം സംഗതികളുടെ ഒരു ഹബ്ബായി മാറിയ പശ്ചാത്തലം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിൻ്റെയും എക്സൈസ് സംഘത്തിൻ്റെയും മറ്റും നിരീക്ഷണവും പരിശോധനയും.